ഹായ് ഡിയേഴ്സ്, വെൽക്കം ബാക്ക് ടു സൈലം ലേൺ. ഇറ്റ്സ് മീ ഷാഹിദ് റംസാൻ. പ്രിയപ്പെട്ട മക്കളെ, കുറച്ചധികം ദിവസമായി നിങ്ങളോട് കുറച്ച് സംസാരിച്ചിട്ട്, അതുകൊണ്ട് വളരെ പ്രധാനപ്പെട്ട 5 കാര്യങ്ങളെ പറ്റി സംസാരിക്കാൻ വേണ്ടിയിട്ടാണ് ഇന്ന് ഞാൻ ഈ വീഡിയോയുമായിട്ട് വന്നിരിക്കുന്നത്. സോ ആദ്യമായിട്ടാണ് നിങ്ങൾ സൈലത്തിൻ്റെ ക്ലാസ്സുകൾ കാണുന്നതെങ്കിൽ തീർച്ചയായിട്ടും സൈലം ക്ലാസ് +1 എന്ന് പറയുന്ന സയൻസിൻ്റെയും കൊമേഴ്സിൻ്റെ ഒക്കെ ചാനലുകൾ നിങ്ങൾ ഇപ്പം തന്നെ സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചുക. കാരണം ഭാവിയിൽ നിങ്ങൾക്ക് ഏറ്റവും കൂടുതൽ ഉപകാരപ്പെടാൻ പോകുന്ന ഒരു ചാനൽ കൂടിയാണ്. സോ നിങ്ങളെല്ലാവരും വെൽക്കം ചെയ്യുകയാണ്. ഏറ്റവും ആദ്യം നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഇപ്പോൾ പല ആളുകളും റിസൾട്ടിന് വേണ്ടി വെയിറ്റ് ചെയ്യാണ്. ടെൻഷനുകൾ ഉണ്ടാവും, എനിക്കറിയാം. നിങ്ങളുടെ ടെൻഷനുകൾ മാക്സിമം ഒഴിവാക്കുക എന്ന് എനിക്ക് പറയാനേ പറ്റുള്ളൂ. നിങ്ങളുടെ ഉള്ളിൽ ആ ടെൻഷനുകൾ ചിലപ്പോൾ ഉണ്ടാവും. ചിലപ്പോൾ അതിനെപ്പറ്റി ചിന്തിച്ചിട്ട് പോലും ഇല്ലാത്ത ആളുകൾ പോലും നമ്മുടെ ഉള്ളിലുണ്ടാവും. ടെൻഷൻ അടിച്ചിട്ട് കാര്യമില്ല. നമുക്ക് കിട്ടുന്ന മാർക്ക്, അല്ലെങ്കിൽ നമുക്ക് അർഹതപ്പെട്ട മാർക്ക് മാത്രമേ കിട്ടുള്ളൂ. ഇനി നമുക്ക് അർഹതപ്പെട്ട മാർക്ക് കിട്ടിയില്ലെങ്കിൽ പോലും നമുക്ക് റീവാലുവേഷനും സ്ക്രൂട്ടിനിയും കാര്യങ്ങളൊക്കെ ഉണ്ട്. പേടിക്കേണ്ട, വെയിറ്റ് ചെയ്യുക. നമ്മുടെ റിസൾട്ട് ഏറ്റവും മികച്ചതാവട്ടെ. അപ്പോൾ +1ലേക്ക് പോകുന്ന സമയത്ത് നിങ്ങൾ പല ആളുകളും ചെയ്യാത്തൊരു കാര്യം, വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്, നിങ്ങൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട സ്കൂൾ സെലക്ട് ചെയ്യുക എന്നുള്ളത്. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട സ്കൂൾ ആവരുത് നിങ്ങൾ സെലക്ട് ചെയ്യുന്നത്. പകരം നിങ്ങളുടെ സബ്ജക്റ്റിനെ ഏറ്റവും കൂടുതൽ മനോഹരമായി മാർക്കാക്കി കൺവേർട്ട് ചെയ്യാൻ പറ്റുന്ന ഏറ്റവും നല്ല അധ്യാപകരുള്ള സ്കൂൾ, ഏറ്റവും നല്ല ഇൻഫ്രാസ്ട്രക്ചറുകളുള്ള സ്കൂൾ, ഏറ്റവും നല്ല റിസൾട്ടുള്ള സ്കൂൾ, ഇത് 3ഉം വരുന്ന ഒരു സ്കൂളാണ് നിങ്ങൾ ഇപ്പോൾ കണ്ടുവെത്തേണ്ടത്. നിങ്ങളുടെ റിസൾട്ട് വരുന്നതിന് മുമ്പ് തന്നെ നിങ്ങൾക്ക് സയൻസ് സ്ട്രീമോ കൊമേഴ്സ് സ്ട്രീമോ ഹ്യൂമാനിറ്റീസ് സ്ട്രീമോ പോകണമെന്ന് ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ, നിങ്ങൾ ഏത് സ്ട്രീമിലേക്ക് പോവുകയാണെങ്കിലും ആ സ്ട്രീമിന് ഏറ്റവും നല്ല റിസൾട്ട് വരുന്ന സ്ഥാപനം ഏത് എന്ന്, നിങ്ങളുടെ വീടിൻ്റെ അടുത്താവട്ടെ കുറച്ചും കൂടി ദൂരമുള്ളതാവട്ടെ, അതിൽ ഏറ്റവും മികച്ച റിസൾട്ട് തരുന്ന സ്കൂൾ ഏത് എന്ന് നിങ്ങൾ ഈ വരുന്ന 10 ദിവസത്തിനകം അന്വേഷിച്ച് റിസർച്ച് ചെയ്ത് നിങ്ങളുടെ ഫ്രണ്ട്സിനോട് ചോദിച്ച് കണ്ടെത്തണം. സ്റ്റെപ്പ് നമ്പർ 1, നിങ്ങളുടെ സ്കൂൾ സെലക്ഷൻ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഭാവിയിൽ നിങ്ങൾ ഏത് പൊസിഷനിലേക്ക് എത്തുകയാണെങ്കിലും നല്ല സ്കൂളുകളിൽ നിന്നും നല്ല ഇൻസ്റ്റിറ്റ്യൂട്ടുകളിൽ നിന്നും പഠിച്ചിറങ്ങുന്ന വിദ്യാർത്ഥികൾക്ക് എപ്പോഴും ക്വാളിറ്റി കൂടുതലായിരിക്കും. അപ്പോൾ നിങ്ങൾ +1 പഠിക്കാൻ പോകുന്നത് ഏറ്റവും ക്വാളിറ്റിയുള്ള, ഏറ്റവും കൂടുതൽ റിസൾട്ടുകൾ വരുന്ന, ഏറ്റവും കൂടുതൽ അടിപൊളിയായിട്ടുള്ള സ്കൂളായിരിക്കണം നിങ്ങൾ സെലക്ട് ചെയ്യേണ്ടത്. രണ്ടാമത്തെ പോയിന്റ് വളരെ സിമ്പിളാണ്. നിങ്ങൾ സെലക്ട് ചെയ്യാൻ പോകുന്ന സെക്കൻഡ് ലാംഗ്വേജ്. നിങ്ങൾക്കറിയാം, സയൻസ് എടുക്കട്ടെ കൊമേഴ്സ് എടുക്കട്ടെ, ഏത് സബ്ജക്റ്റ് എടുത്താലും നിങ്ങൾക്ക് പഠിക്കാനുള്ള സബ്ജക്റ്റുകളുടെ എണ്ണം 6 എണ്ണമാണ്. നിങ്ങൾ ഭാവിയിൽ നിങ്ങൾക്കൊരു അറബിയുടെ ടീച്ചർ ആവണം, അല്ലെങ്കിൽ സംസ്കൃതത്തിൻ്റെ ടീച്ചർ, അല്ലെങ്കിൽ ഉറുദുവിൻ്റെ ടീച്ചർ ആവണമെന്ന് ആഗ്രഹിക്കുന്ന കുട്ടികൾ, നിങ്ങൾ ഏതാണോ ആഗ്രഹിക്കുന്നത്, ടീച്ചർ എന്നില്ല, ഏത് മേഖലയിലേക്കാണോ പോകുന്നത്, സെക്കൻഡ് ലാംഗ്വേജിൽ നിങ്ങൾക്ക് ട്രാൻസ്ലേഷൻ എന്ന് പറയുന്ന, അല്ലെങ്കിൽ ട്രാൻസ്ലേറ്റർ എന്നൊക്കെ കേട്ടിട്ടുണ്ടാവും അല്ലേ? ടൂറിസം വകുപ്പിലൊക്കെ ഏറ്റവും കൂടുതൽ ഉപകാരപ്പെടുന്നൊരു വിഭാഗമാണ് ട്രാൻസ്ലേറ്റർ ടീംസ് എന്ന് പറയുന്നത്, ഗൈഡുകളൊക്കെ ആയിട്ട്. അപ്പോൾ നല്ല ശമ്പളം വാങ്ങാൻ പറ്റുന്ന ജോലികൾ സെക്കൻഡ് ലാംഗ്വേജ് എടുത്ത് മാത്രം നിങ്ങൾക്ക് പോകാൻ പറ്റും. പക്ഷേ ബഹുഭൂരിപക്ഷം കുട്ടികളും സെക്കൻഡ് ലാംഗ്വേജിന് അത്ര പ്രയോറിറ്റി ആയിട്ട് കാണുന്നില്ല. അപ്പോൾ കാണാത്ത കുട്ടികളോട് എനിക്ക് പറയാനുള്ളത്, നിങ്ങൾ സയൻസ് ആണ് എടുക്കുന്നത്, സെക്കൻഡ് ലാംഗ്വേജ് എനിക്ക് അത്ര ഇമ്പോർട്ടൻ്റ് അല്ല സാർ, ഞാൻ സയൻസ് വിഷയങ്ങളാണ് ഫോക്കസ് ചെയ്യുന്നത് എന്ന് വിചാരിക്കുന്ന കുട്ടികൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ, ഏറ്റവും എളുപ്പത്തിൽ പഠിക്കാൻ പറ്റുന്ന, ഏറ്റവും കൂടുതൽ മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റുന്ന ലാംഗ്വേജ് ഏത് എന്ന് നിങ്ങളുടെ സീനിയേഴ്സിനോട് ചോദിച്ച്, എന്നിട്ട് അവിടെ ആ ടീച്ചേഴ്സ് അധ്യാപകർ നല്ലതാണെങ്കിൽ അത് നിങ്ങൾ സെലക്ട് ചെയ്യാൻ ശ്രമിക്കുക. ഞാൻ +1 +2 എടുത്ത സബ്ജക്റ്റ് എന്ന് പറയുന്നത് സെക്കൻഡ് ലാംഗ്വേജ് ഉറുദു ആണ്. ഉറുദു എന്ന് പറയുന്ന ഭാഷയെ ഒരുപാട് പ്രൊമോട്ട് ചെയ്യുന്നത് കൊണ്ട് തന്നെ അത്യാവശ്യം ലിബറൽ ആയിക്കൊണ്ടാണ് നമ്മുടെ വാല്യുവേഷനൊക്കെ നടക്കുന്നത് എന്നാണ് നമുക്ക് അറിയാൻ സാധിച്ചത്. എനിക്ക് +1 ഉറുദുവിൽ എഴുതിയിട്ട് മാത്രം 80ൽ 78 മാർക്ക്, +2 80ൽ 80 മാർക്ക് കിട്ടിയ ഒരാളാണ്. അപ്പോൾ സെക്കൻഡ് ലാംഗ്വേജ് ഞാൻ അത്ര പ്രയോറിറ്റി കൊടുത്തൊരു സബ്ജക്റ്റ് ഒന്നുമല്ല, പക്ഷേ ഏറ്റവും കൂടുതൽ മാർക്ക് നേടാൻ പറ്റുന്നൊരു ലാംഗ്വേജ് സെക്കൻഡ് ലാംഗ്വേജ് ആയതുകൊണ്ട് തന്നെ അത് ഞാൻ സെലക്ട് ചെയ്തു. ചില കുട്ടികൾക്ക് മലയാളം ആയിരിക്കും പെട്ടെന്ന് മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റുന്നത്, അപ്പോൾ അങ്ങനത്തെ കുട്ടികൾ മലയാളം എടുക്കുക. ചില കുട്ടികൾക്ക് ഹിന്ദി ആയിരിക്കും ഏറ്റവും കൂടുതൽ മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റുന്നത്, അങ്ങനത്തെ കുട്ടികൾ ഹിന്ദി എടുക്കുക. ചില കുട്ടികൾക്ക് സംസ്കൃതം നല്ല എളുപ്പമാണെന്ന് പറയുന്നത് കേട്ടിട്ടുണ്ട്, പക്ഷേ കേൾക്കുമ്പോൾ പല ആൾക്കും പേടിയാണെങ്കിൽ പോലും പഠിച്ചെടുക്കാൻ പറ്റുന്ന സബ്ജക്റ്റാണ് സംസ്കൃതം എന്ന് കേട്ടിട്ടുണ്ട്. അതിനെപ്പറ്റി എനിക്ക് ഡീറ്റെയിൽ ആയിട്ട് പറയാൻ അറിയില്ല. അപ്പോൾ അങ്ങനത്തെ കുട്ടികൾ സംസ്കൃതം എടുത്തിട്ട് മാർക്ക് ഏറ്റവും കൂടുതൽ സ്കോർ ചെയ്യാൻ പറ്റുന്ന സെക്കൻഡ് ലാംഗ്വേജ് നിങ്ങൾ സെലക്ട് ചെയ്യുകയാണെങ്കിൽ നിങ്ങളുടെ പേഴ്സൻറ്റേജിന് അത് നല്ല രീതിയിൽ എഫക്റ്റ് ചെയ്തുകൊണ്ട് നിങ്ങളെ കുറച്ചുകൂടി മുന്നിലേക്ക് എത്തിക്കാൻ സാധിക്കും. അപ്പം സെക്കൻഡ് ലാംഗ്വേജ് സെലക്ട് ചെയ്യുന്ന ആളുകൾ, നിങ്ങൾ ഏതെങ്കിലും ഒരു സ്പെസിഫിക് ആയിട്ടുള്ള സെക്കൻഡ് ലാംഗ്വേജ് എടുത്തുകൊണ്ട് ഭാവിയിൽ നിങ്ങൾക്ക് അത് വെച്ച് മുന്നോട്ട് പോകണമെന്നുണ്ടെങ്കിൽ ആ ലാംഗ്വേജ് തന്നെ എടുക്കുക. അത് മാർക്ക് ഉണ്ടായാലും ശരി, ഇല്ലെങ്കിലും ശരി, അതന്നെ ചൂസ് ചെയ്യുക. അല്ലാത്ത കുട്ടികൾ സെലക്ട് ചെയ്യുന്ന സമയത്ത് സെക്കൻഡ് ലാംഗ്വേജ് ഏറ്റവും കൂടുതൽ മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റുന്നത് ഏതാണോ എന്ന് അന്വേഷിച്ചിട്ട് അത് സെലക്ട് ചെയ്യുക. മൂന്നാമത്തെ പോയിന്റ് സ്വിമ്മിങ് സർട്ടിഫിക്കറ്റ് ആണ്. അപ്പോൾ പല ആളുകൾക്കും അറിയില്ല, 10ാം ക്ലാസ്സിൽ ഫുൾ A+ കിട്ടിയിട്ട് സയൻസ് എടുക്കണമെന്ന് ആഗ്രഹിച്ചൊരു ആളാണ് എൻ്റെ സിസ്റ്ററുടെ മകൾ, എൻ്റെ നേരെ സിസ്റ്ററുടെ മൂത്ത മകൾ. അപ്പോൾ ഇപ്പോൾ അവൾ ഡിഗ്രി പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. നല്ല ഇൻസ്റ്റിറ്റ്യൂട്ടിലാണ്, ഇപ്പോൾ അത്യാവശ്യം കുഴപ്പമില്ലാത്ത സ്കൂൾ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ ഇപ്പോൾ ഡിഗ്രി പഠിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. അവൾ സയൻസ് എടുക്കണം എന്ന് ആഗ്രഹിക്കുന്ന ഒരു കുട്ടിയായിരുന്നു. പക്ഷേ ഫുൾ A+ ഉണ്ടായിട്ട് പോലും അവൾക്ക് വിചാരിച്ച സ്കൂളിൽ അവൾക്ക് സയൻസിന് അഡ്മിഷൻ കിട്ടിയില്ല. അങ്ങനെ അവൾ അവസാനം നിർബന്ധിതയായിട്ട് കൊമേഴ്സ് പഠിക്കേണ്ട ഒരു അവസ്ഥ വന്നു. അപ്പോൾ കൊമേഴ്സ് പഠിച്ചു, നല്ല മാർക്കൊക്കെ ഉണ്ട്, അങ്ങനെ ഡിഗ്രിക്ക് ഇപ്പോൾ പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അവിടെയൊക്കെ ബാധിക്കുന്ന ഒരു പ്രശ്നം എന്താ വെച്ചാൽ, സ്വിമ്മിങ് അറിയാവുന്ന കുട്ടികൾക്ക് 2 മാർക്ക് എക്സ്ട്രാ കിട്ടുന്നുണ്ട്.
അതായത് നിങ്ങളുടെ സ്കൂൾ അഡ്മിഷനിലേക്ക് വരുന്ന സമയത്ത് 10 സീറ്റാണ് ആകെ ബാക്കിയുള്ളത്. 10 സീറ്റിലേക്കും ഫുൾ എ പ്ലസ് ഉള്ള കുട്ടികൾ അപ്ലൈ ചെയ്തിട്ടുണ്ട് എങ്കിൽ ആ ഫുൾ എ പ്ലസ് ഉള്ള കുട്ടിയിൽ സ്വിമ്മിങ് അറിയുന്ന കുട്ടിക്ക് പ്രയോറിറ്റി ഉണ്ട്. അതേപോലെ ഏത് പഞ്ചായത്താണ് എന്നുള്ളതിനും പ്രയോറിറ്റി ഉണ്ട്. അപ്പോൾ സ്വിമ്മിങ് അറിയാത്ത ആളുകൾ ഈ വെക്കേഷനിൽ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമാണ് സ്വിമ്മിങ് പഠിക്കാൻ പറ്റുക, അല്ലെങ്കിൽ നിങ്ങൾ പഞ്ചായത്തുമായിട്ട് ബന്ധപ്പെട്ടുകൊണ്ട് നിങ്ങൾക്ക് സ്വിമ്മിങ് സർട്ടിഫിക്കറ്റ് നേടാൻ സാധിക്കുന്നതാണ്. അപ്പോൾ അതിനെപ്പറ്റി നിങ്ങൾ ഒന്നും കൂടി ഒന്ന് അന്വേഷിച്ചതിന് ശേഷം ഇനി നിങ്ങൾക്ക് ഡൗട്ടുകൾ ഉണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. നിങ്ങൾ സ്വിമ്മിങ് സർട്ടിഫിക്കറ്റ് ഒന്ന് കൈക്കലാക്കാൻ ശ്രമിക്കുക. കാരണം അവസാനത്തിൽ ഓടി എടുക്കാൻ നിൽക്കരുത്. നിങ്ങൾ ആദ്യം മുതലേ അതിനുള്ള കാര്യങ്ങളൊക്കെ ഒന്ന് അന്വേഷിച്ച് സെറ്റ് ചെയ്ത് വെക്കുക. സ്വിമ്മിങ് സർട്ടിഫിക്കറ്റിന് 2 മാർക്ക് നിങ്ങൾക്ക് അഡ്മിഷനായിട്ട് ബന്ധപ്പെട്ടിട്ടുണ്ട്, അതുകൊണ്ട് അത് നോട്ട് ചെയ്ത് വെക്കുക. അടുത്തതാണ് അവരുടെ നെഗറ്റീവ് കമൻറ്റ്സ്. പല ആളുകളും അന്വേഷിച്ചിട്ടുണ്ടാവും. ഇപ്പോൾ സയൻസ് ഞാൻ എടുക്കട്ടെ എന്ന് ചോദിക്കുമ്പോൾ, മറ്റു കുട്ടികളോട് ചോദിക്കുമ്പോൾ സയൻസ് പ്രശ്നമാണ്, എടുക്കേണ്ട, ഞാൻ പെട്ടുകയാണ്, ഞാൻ കുടുങ്ങിയതാണെന്ന് ഒരുപാട് ആളുകൾ നെഗറ്റീവായിട്ട് കമൻറ്റ് ചെയ്യും. പക്ഷേ പഠിക്കാൻ നിങ്ങൾക്ക് മനസ്സുണ്ടെങ്കിൽ സയൻസ് എടുത്തോളൂ. പഠിക്കാൻ നിങ്ങൾ തയ്യാറാണെങ്കിൽ സയൻസ് എടുത്തോളൂ. പഠിക്കാൻ മടിയുള്ള ആളുകളാണെങ്കിൽ സയൻസ് എടുക്കരുത്. സയൻസ് എടുക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് ആദ്യം മുതലേ പഠിക്കണം. വളരെ ഇമ്പോർട്ടൻറ്റ്. കൊമേഴ്സ് ആവട്ടെ എല്ലാം. അപ്പം പഠിക്കാൻ മനസ്സുണ്ടെങ്കിൽ മറ്റുള്ള നെഗറ്റീവ് കമൻറ്റുകൾ നിങ്ങൾ നോക്കേണ്ട. ധൈര്യമായിട്ട് നിങ്ങൾക്ക് സയൻസ് ചൂസ് ചെയ്യാം. സയൻസ് ടഫാണോ വെച്ചാൽ പഠിക്കുന്ന കുട്ടിക്ക് ടഫല്ല, അല്ലാത്ത കുട്ടിക്ക് ടഫാണ്. ഇടയ്ക്കിടയ്ക്ക് പഠിക്കുന്ന കുട്ടിക്ക് ടഫായിരിക്കും. അതായത് 10ാം ക്ലാസ്സിൽ ചിലപ്പോൾ ഇടയ്ക്കിടയ്ക്ക് പഠിക്കുന്ന കുട്ടികളായിരിക്കും പല ആളുകളും. അങ്ങനത്തെ ആളുകൾക്ക് സയൻസ് ടഫായിട്ട് തന്നെ ഫീൽ ചെയ്യും. പക്ഷേ അവർക്ക് മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റും. ലാസ്റ്റിലേക്ക് കുറച്ചുകൂടിയൊക്കെ പഠിച്ചുകൊണ്ട് അവർക്ക് മാർക്ക് ചിലപ്പോൾ സ്കോർ ചെയ്യും. പക്ഷേ ആദ്യം മുതലേ പഠിക്കുന്ന കുട്ടിക്ക് ഇപ്പോൾ എത്ര ടഫാണെങ്കിലും അവർക്കത് ഈസി ആയിരിക്കും. മറ്റുള്ള കുട്ടികൾക്ക് ടഫ് എന്ന് പറയുമ്പോഴും ആദ്യം മുതലേ പഠിച്ച കുട്ടിക്ക് എപ്പോഴും എക്സാം എല്ലാം ഈസി ആയിരിക്കും. അതുകൊണ്ട് നെഗറ്റീവ് കമൻസുകൾ ഒഴിവാക്കിയിട്ട് മുന്നോട്ട് പോവുക. ആൻഡ് ലാസ്റ്റ് ആൻഡ് ഫൈനൽ സ്റ്റാർട്ട് നൗ. ഇന്ന് തന്നെ തുടങ്ങുക. നിങ്ങൾ ഏത് സ്ട്രീമാണോ എടുക്കാൻ പോകുന്നത് അതിൻ്റെ ക്ലാസ്സുകൾ നിങ്ങൾക്ക് യൂട്യൂബുകളിൽ അവൈലബിൾ ആണ്. നമുക്ക് ബ്രിഡ്ജ് കോഴ്സ് സൈലം ക്ലാസ് +1 എന്ന് പറഞ്ഞ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് ഫ്രീ ആയിട്ട് ബ്രിഡ്ജ് കോഴ്സുകൾ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. സൈലത്തിൻ്റെ അഗ്നി ബാച്ച് നിങ്ങൾക്ക് ജോയിൻ ചെയ്യാം. താഴെ കാണുന്ന സ്ക്രോളിൽ നിങ്ങൾക്ക് വിളിച്ചാൽ മാത്രം മതി. സോ വേറെ ഒന്നും എനിക്ക് പറയാനില്ല. അടിപൊളിയായിട്ട് പഠിച്ചു തുടങ്ങുക. ഇന്നത്തെ വീഡിയോനെ പറ്റിയുള്ള അഭിപ്രായം നിങ്ങൾ കമൻറ്റ് ചെയ്യുക. കൂടുതൽ ഉപകാരപ്രദമായ വീഡിയോകൾ എനിക്ക് വീണ്ടും കാണേണ്ടതുണ്ട്. അടുത്ത വീഡിയോ എന്ത് വേണമെന്ന് കൂടി നിങ്ങൾ കമൻറ്റ് ചെയ്താൽ എനിക്ക് ഈസി ആയിട്ട് ആ കോണ്ടന്റ് ക്രിയേറ്റ് ചെയ്യാവുന്നതാണ്. ഇറ്റ്സ് മീ ഷാഹിദ് റംസാൻ സൈലം ലേണിംഗ്. നിങ്ങളുടെ കൂടെ ഉണ്ടാകും +1 കഴിയുന്നത് വരെ, +2 കഴിയുന്നത് വരെ. വിഷ് യു ഓൾ ദ ബെസ്റ്റ് ഗൈസ്. ബൈ.